ഹലോ, രാവിലെ ഒരു ചെറിയ അയലക്കറി വെക്കാം. അതിനുള്ള സാധനങ്ങളാണ് ശരിയാക്കി വെച്ചിട്ടുള്ളത്. അതിലേക്ക് വേണ്ടി 1 സ്പൂൺ തേങ്ങയും 1 തക്കാളി നല്ലപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അതവിടെ ഇരിക്കട്ടെ. ഇതിനിടയ്ക്ക് നമുക്കൊരു തോരൻ വയ്ക്കാം. വാഴയ്ക്കയും ക്യാരറ്റും കൂടെ തോരൻ വെച്ചു. അതിനെ അങ്ങ് മാറ്റി വച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വച്ചിട്ട് അതിലൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയും 1/4 സ്പൂൺ ഉലുവയും കടുകും ഇട്ട് കൊടുത്തു. എന്നിട്ട് കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ടു. അതിനെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 10 ചുവന്നുള്ളി നെടുകെ കീറിയതും 2 വറ്റൽ മുളകും കുറച്ച് മല്ലിയിലയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം 1.5 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. അത് നല്ലവണ്ണം ഒന്ന് ചിക്കിയതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇട്ടത്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന കൂട്ട് ഒഴിച്ചു കൊടുത്തു. 1 നെല്ലിക്ക വലിപ്പം പുളി പിഴിഞ്ഞൊഴിച്ചു. ഇതെല്ലാം നല്ലവണ്ണം തുളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് സൂപ്പർ ടേസ്റ്റി മീൻ കറി റെഡി. ചപ്പാത്തിക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി മീൻ കറിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ച ഊണുകൾ. കണ്ടല്ലോ, മരിച്ചിയും കൂടെ ഉണ്ട് കേട്ടോ. അത് അവിക്കുന്നത് കാണിക്കാം. എത്രയാണ് ഇന്നത്തെ ഉച്ച ഊണ്. എന്നിട്ട് നമുക്ക് വേറൊരു വീഡിയോയും കൂടി കണ്ടിട്ട് പോണേ. അതും കൂടെ നിങ്ങൾ കാണണേ. അത് നമ്മുടെ ബ്യൂട്ടി ടിപ്പാണ്. അതിലേക്ക് വേണ്ടി കുറച്ച് ആലോവേര ജെല്ലും 2 സ്പൂൺ കഞ്ഞിവെള്ളവും 1 വൈറ്റമിൻ ഇ ഗുളികയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം മസാജ് ചെയ്യണം. നല്ല റിസൾട്ടാണ്. സൂപ്പർ റിസൾട്ടിട്ട് കഞ്ഞിവെള്ളവും ആലോവേരയുടെ ജെല്ലും വൈറ്റമിൻ ഗുളികയും ചേർക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് വിടുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ വരകളും കുറികളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. സൂപ്പർ റിസൾട്ടാണ്. എന്ന് നമ്മളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല മാറ്റം കിട്ടും. പിന്നെ ഞാൻ കുറച്ച് 1/2 ഗ്ലാസ് പച്ചരി ഒന്ന് കുതിർത്ത് പൊടിച്ചെടുത്തു. അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ആവശ്യത്തിന് കഞ്ഞിവെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചു. എന്നിട്ട് ആദ്യം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു. മസാജ് ചെയ്ത് മുഖത്തൊക്കെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന പാക്ക് ഞാൻ വാരിയിട്ട് ഒരു 20 മിനിറ്റിന് ശേഷമാണ് കഴുകിക്കളയുന്നത്. ഇനി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമല്ലേ? എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. രാവിലെ ഒരു 4 പേര് എൻ്റെ വീഡിയോ രാവിലെ കാണുന്നുണ്ട് 6:30. പക്ഷെ അവരാരും എന്നെ ലൈക്ക് ചെയ്യില്ല. പ്ലീസ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് കാണണേ എൻ്റെ പൊന്നു സഹോദരന്മാരെ. അങ്ങനെ പാകൊക്കെ നല്ലവണ്ണം ഉണങ്ങി അതിനുശേഷം ഞാൻ കുറച്ച് പച്ചവെള്ളം ഒന്ന് തൊട്ടതിന് ശേഷമാണ്. പച്ചരി ആയതുകൊണ്ട് നല്ലവണ്ണം മുറുകി പിടിക്കും. അതുകൊണ്ട് ഒന്ന് തൊട്ടതിന് ശേഷം നല്ലവണ്ണം തുടച്ചെടുത്തു. സൂപ്പർ റിസൾട്ടാണ്. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.